അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പുഷ്പ 2ൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തത്. ട്രെയിലർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൂ. കാരണം ഒരു ഈ വർഷം ഇനി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയിൽ കാണുന്ന ഒരു വലിയ സിനിമ എന്ന് പറഞ്ഞാൽ അത് പുഷ്പ 2 തന്നെയാണ്. ഈ വർഷം കുറേ വലിയ സിനിമകൾ വന്നു. അതിൽ ഭൂരിഭാഗം തമിഴ് സിനിമകളൊക്കെ നല്ല അസല് ഗുണ്ടുകളായി. ഇന്ത്യൻ 2, കങ്കുവ, പിന്നെ വേറൊരു പടം കൂടി വന്നല്ലോ, ഗോട്ട് ഗുണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോട്ടിൻ്റെ ടെറിട്ടറിയിലെങ്കിലും നല്ല കളക്ഷനിൽ വന്നു. തമിഴ്നാടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കിയുള്ള സ്ഥലത്ത് ഡിസാസ്റ്ററാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ തമിഴ്നാട്ടിൽ 455 കോടി വേൾഡ് വൈഡ് ഗ്രോസ്. തമിഴ്നാട്ടിൽ നിന്നല്ല 455 കോടി ഞാൻ പറഞ്ഞത്, തമിഴ്നാട്ടിൽ നിന്ന് നല്ല കളക്ഷൻ വന്നു. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് 455 കോടി ഗ്രോസ് വന്ന് 2024 ടോപ്പ് പടം എന്നുള്ള ലെവലിൽ ഗോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അടിക്കാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ തമിഴിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ വരാനൊന്നുമില്ല. അപ്പോൾ എൻ്റെ അവിടെ നിൽക്കട്ടെ. പറഞ്ഞു വന്നത് പുഷ്പ 2ൻ്റെ കാര്യമാണ്. പുഷ്പ 2 ഇനി ഈ വർഷം ഇറങ്ങുന്നതിൽ ഏറ്റവും ബിഗ് സിനിമയാണ്. നമ്മളെല്ലാവരും നല്ല രീതിയിൽ, ഞാൻ പേഴ്സണലി നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തൊരു സിനിമ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ പുഷ്പ 1 എനിക്ക് ഇഷ്ടപ്പെട്ട പടം. നല്ല രീതിയിൽ സുകുമാറിൻ്റെ സ്ക്രിപ്റ്റും അല്ലുവിൻ്റെ പെർഫോമൻസും എല്ലാം കൊണ്ടും DSPയുടെ മ്യൂസിക്കും എല്ലാം കൊണ്ടും നല്ല കിടിലൻ സാധനം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല എന്താണെങ്കിലും. അപ്പോൾ അതിനിടയ്ക്കാണ് ഫസ്റ്റ് പാർട്ടിന് അവാർഡ് കിട്ടിയത്, നാഷണൽ അവാർഡ് കിട്ടിയത്. അവാർഡ് കിട്ടിയെന്ന് പറയണേക്കാളെ കൂടുതൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം അവാർഡ് തൂക്കിയെന്ന് പറയാം. അല്ലു അർജുൻ മറ്റേ NBKയുടെ കൂടെയുള്ള ചാറ്റ് ഷോയിൽ വെച്ചിട്ട് പറഞ്ഞത് അവാർഡ്, നാഷണൽ അവാർഡിൻ്റെ സെക്ഷനിൽ തെലുങ്കന്മാർക്ക് ആർക്കില്ല, അത് കണ്ടപ്പോൾ ഞാൻ തൂക്കിയെന്നാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഒരു സാധനമാണ് അവാർഡ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് പോകും. വാട്ടവർ അത് വേറെ എന്തെങ്കിലും കാര്യമായിക്കോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നാഷണൽ അവാർഡ് കിട്ടി. നാഷണൽ അവാർഡ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന് ഓട്ടോമാറ്റിക്കലി എക്സ്പെക്ടേഷൻസ് കൂടും. ഓൾറെഡി എക്സ്പെക്ടേഷൻ കൂടിയെന്നുണ്ട് നാഷണൽ അവാർഡ് കിട്ടിയ കാരണം കൊണ്ടല്ല, പടത്തിൻ്റെ സക്സസ് കാരണം. കാരണം പുഷ്പ പടം നോർത്ത് സൈഡിൽ നല്ല കളക്ഷൻ വന്ന പടം. നോർത്ത് സൈഡിൽ എന്ന് പറയുമ്പോൾ ശരിക്കും സൗത്ത് ഇന്ത്യൻ സിനിമയിലെ എല്ലാ ആളുകളും ഒരു ഡ്രീം മൂവ്മെൻ്റായിട്ട് അല്ലെങ്കിൽ ഡ്രീം അച്ചീവ്മെൻ്റായിട്ട് കാണുന്നതാണ് ഒരു നോർത്ത് ഭാഗത്തു നിന്നുള്ള അവരുടെ ഒരു റൂളിങ്. അത് പ്രത്യേകിച്ച് തെലുങ്കന്മാരാണ് കൂടുതൽ കാണുന്നത്. അതുകൊണ്ടാണ് ഈ പാൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ മൊത്തത്തിൽ വരുന്നത്. അതായത് ബോളിവുഡ് എന്നായിരുന്നല്ലോ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ബോളിവുഡ് എന്നാണ് പറയാം. അപ്പോൾ ബോളിവുഡിൻ്റെ ഒരു കഷ്ടകാല സമയത്ത് നമ്മുടെ ഇൻഡസ്ട്രി കയറി അവിടെ കൈവച്ച് നമ്പർ 1 ആവുക എന്നുള്ളൊരു എല്ലാ ഇൻഡസ്ട്രിക്കുമുള്ളൊരു ആഗ്രഹം നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രി അതിന് മാത്രം ഉള്ള പൊട്ടൻഷ്യലുള്ള പടങ്ങളൊന്നും വരുന്നൊന്നുമില്ല. അപ്പോൾ ആ ലെവലിലേക്ക് തെലുങ്ക് സിനിമകൾ കുറേ വരുന്നുണ്ട്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വരണതാണ് പുഷ്പ 2 എന്നുള്ളത്. പുഷ്പ 2ക്ക് നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ഈ പടത്തിനുണ്ടാവും. അതുകൊണ്ടാണ് അവർ ട്രെയിലർ പട്നയിൽ റിലീസ് ചെയ്തപ്പോൾ ഹ്യൂജ് ആയിട്ടുള്ള ക്രൗഡാണ് വന്നിട്ടുള്ളത്. ഹ്യൂജ് ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഇതേവരെ ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് ഇത്ര വന്നിട്ടില്ല. ഷാറുഖ് ഖാൻ്റെ ഒരു പടത്തിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതല്ലാണ്ട് വേറൊരാളുടെ പടത്തിന് ഇത്ര വന്നിട്ടില്ല. ഷാറുഖ് ഖാൻ്റെ പടം എന്ന് പറയുമ്പോൾ അത് നോർത്ത് ഇന്ത്യയിലാണ്, സ്വാഭാവികമായിട്ട് വന്നു നിൽക്കാം. ഇതൊരു തെലുങ്ക് താരത്തിൻ്റെ പടത്തിന് പട്നയിൽ ഇത്ര ക്രൗഡ് എന്നൊക്കെ പറയുമ്പോൾ ആ സിനിമയ്ക്ക് അത്രമാത്രം സ്വീകാര്യത ഉണ്ടെന്നാണ് പറയണത്. അതായത് ആ സിനിമ കാണാൻ അവിടുത്തെ ഭാഷയിലത്തെ ജനങ്ങളും കാത്തിരിക്കുന്നു. പക്ക പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ പിന്നെ ഇവർ അല്ലു അർജുൻ അല്ലെങ്കിൽ ഈ സുകുമാർ ഇവരൊരു ടീം ഇപ്പോൾ ഈ ഒരു 1000 crore എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻറ്റ് ഇവർ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ആദ്യം 100 കോടി ക്ലബ്ബിൽ കയറണതായിരുന്നു വലിയ സംഭവം. ഇപ്പോൾ 100 കോടി ഒന്നുമല്ല. ഫ്ലോപ്പായിട്ടുള്ള കങ്കു വരെ 2 ദിവസം കൊണ്ട് 100 കോടി ക്ലബ്ബിൽ കയറി എന്നുള്ള നമ്മൾ കണ്ടു. അപ്പോൾ 100 കോടി ക്ലബ്ബൊക്കെ ഈസിയാണ് ഇപ്പോൾ എല്ലാവർക്കും. 100 കോടി ക്ലബ്ബൊക്കെ ഈസിയാക്കി നമ്മുടെ ദളപതി വിജയുടെ പടങ്ങളൊക്കെ ആട്ടോ, എല്ലാ പടങ്ങളും കയറി വന്നിട്ട്. ഈ പറഞ്ഞ മാതിരി ഇവരുടെ ഈ പുഷ്പ 2 1000 കോടി ക്ലബ്ബിൽ കയറുക എന്നുള്ളതാണ്. 4ാമത്തെ സിനിമയായിട്ട് 1000 കോടി ക്ലബ്ബിൽ കയറുക എന്നുള്ളൊരു സംഭവം വെച്ചിട്ട് അവർ നിൽക്കണത്. ഓൾറെഡി കൽക്കി കയറിയിട്ടുണ്ട്, ബാഹുബലി കയറിയിട്ടുണ്ട്, RRR കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുഷ്പ 2 കൂടി കയറി കഴിഞ്ഞാൽ തെലുങ്കന്മാർക്കൊരു ബോളിവുഡിൻ്റെ മേലെ ഒരു ആധിപത്യം വരുമെന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ബോളിവുഡിലെ കുറേ ആർട്ടിസ്റ്റുകൾ, ടൈഗർ ഷറഫ്, അതുപോലെ കുറേ പേർക്ക് അല്ലു അർജുൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. ഇവരൊക്കെ ഈ പുഷ്പ 2ൻ്റെ റിലീസ് നോക്കിയിട്ട് നിൽക്കണം. ട്രെയിലർ ഇറക്കി വിട്ടിട്ടുള്ള സാധനം നല്ല ബോംബ് സാധനമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല എന്താ പറയുക, വെട്ടിച്ചിലെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അതായത് പടം കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് ജനിപ്പിക്കുക എന്ന് പറയില്ലേ, പടം കാണാനായിട്ട് നമുക്കൊരു പവർഫുൾ ആയിട്ടുള്ള സംഭവം. ആ ഒരു സംഭവം തന്നെയാണ് ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഡിസംബർ 5 4 മണിക്ക് ഷോ എല്ലായിടത്തും തുടങ്ങും. നമ്മുടെ കേരളത്തിലൊക്കെ 4 മണിക്ക് ഷോ തുടങ്ങുന്നുണ്ട്. ഞങ്ങളവിടെ രാഗത്തിലും രാംദാസിലും ഷോ ഉണ്ട് 4 മണിക്ക്.
ആദ്യമായിട്ടാണ് ഒരു തെലുങ്ക് താരത്തിൻ്റെ പടം 4 മണിക്ക് ഷോ വരണത്. ഇപ്പം 4 മണി ഷോയാണ് ട്രെൻഡിങ്. എനിക്ക് 4 മണി ഷോ സത്യം പറഞ്ഞാൽ ഭയങ്കര മടുപ്പാണ്. 4 മണിക്ക് ഷോക്ക് പടത്തിന് പോകണമെന്നുണ്ടെങ്കിൽ എത്ര മണിക്ക് അലാറം വെച്ച് നിൽക്കണം? ഒരു 3 മണിക്കെങ്കിലും അലാറം വെച്ച് എഴുന്നേറ്റ് കുളിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 3:45 തിയേറ്ററിലേക്ക് എത്തിയാലാണ് ഫാൻ ഷോക്ക് ചിലപ്പോൾ സീറ്റ് നമ്പർ ഉണ്ടാവില്ല. അപ്പോൾ നേരത്തെ അത് വേണ്ട 2:30 എനിക്ക് പോയാലാണ് എല്ലാം പക്കിയായിട്ട് സീറ്റിൽ കയറി പടം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനോട് എനിക്ക് വലിയ താല്പര്യം. പിന്നെ 7 മണിക്കാണ് പോവുക. ആകെ പോവുക ദളപതിയുടെ പടത്തിന് മാത്രമാണ് 4 മണിക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളത്. അത് പിന്നെ 69 എന്ന് പറയുന്ന ഈ പടം കൂടി കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. എന്തായാലും ഫാൻ ഷോ കണ്ടില്ലെങ്കിലും പിറ്റത്തെ ഷോ നമ്മൾ പുഷ്പ ഫസ്റ്റ് ദിവസം തന്നെ കാണാനുള്ള നല്ല പ്ലാനുണ്ട്. കാരണം അത്ര എന്താ പറയാ ഒരു പടം കാണാനുള്ള ഒരു സംഭവം ഉണ്ട് പടത്തിൽ. സുകുമാരൻ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണേ എന്നുള്ളത് ശരിക്കും അറിയേണ്ട വരും. കാരണം അത്രമാത്രം ടൈറ്റ് ആയാൽ മാത്രമേ അല്ലു അർജുന് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. വില്ലന്മാർ ടൈറ്റ് ആയാൽ മാത്രമേ. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്നുള്ളത് വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക.